Hello guys, it's me Edwin. Welcome back to my YouTube channel, Edwin's Vlogs. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പി സി ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പരമായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. പുതിയ സാധനങ്ങൾ, ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിച്ചിട്ടുണ്ട്, പിന്നെ റാം, പിന്നെ പഴയ സാധനങ്ങൾ, പ്രൊസസ്സർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പഴയ മദർ ബോർഡാണിത്. ഇത് നമ്മുടെ പഴയ മദർ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിഞ്ഞത്, പിന്നെ ഇത് കത്തിപ്പോയ മദർ ബോർഡാണ്. ഇതിനകത്ത് നമ്മുടെ റാം നല്ല റാമാണ്. അപ്പോൾ നമുക്ക് റാം നമ്മുടെ ഈ ഇൻസ്റ്റാളേഷന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം തൽക്കാലം. ഇതിൻ്റെ ഉള്ളിൽ പ്രൊസസ്സറുണ്ട്. ഇത് മറ്റേ പെൻറ്റിയം, മറ്റേ പഴയ പ്രൊസസ്സറാണ്, മറ്റേ ഡ്യുവൽ കോർ പ്രൊസസ്സറാണ്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം അടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ SMBS ആണിത്, നോർമൽ SMBS ആണ്. ഇത് മറ്റേ ഫാൻ ഒരെണ്ണം പുതിയത് മേടിച്ചിട്ടുണ്ട്. പ്രൊസസ്സർ ഒരു i3യുടെ പ്രൊസസ്സറാണ്, 3rd gen പ്രൊസസ്സറാണ്. ഇത് നമ്മുടെ മദർ ബോർഡാണ്. ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡും SSD ഉണ്ട്. നമ്മൾ ഗ്രാഫിക്സ് കാർഡും SSD നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യണില്ല. ഇതിന് 2-3 വയർ വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താണ്. പക്ഷേ ഇത് നമ്മൾ ഇന്ന് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നമുക്കെന്തായാലും ഇത് പിന്നെ നമ്മുടെ റാമാണിത്. റാമും പിന്നെ നമ്മുടെ തെർമൽ പേസ്റ്റും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റാമാണ്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. തെർമൽ പേസ്റ്റ് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ ഈ ഫാനിനകത്ത് തെർമൽ പേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മേടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ഓരോ പാർട്സ്, അത് ഇതിൻ്റെ ക്യാബിനറ്റ്, ഇതാണ് നമ്മുടെ ക്യാബിനറ്റ് പറയണത്. ഇൻസ്റ്റാളിലേക്ക് തുറക്കാം. ഞാൻ ആകെ വേർത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മോക്ക് തുടച്ചിട്ട് നമ്മുടെ സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 4K ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് റോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മദർ ബോർഡ്. കോൺസെസിൻ്റെ ആണ്. അപ്പോൾ ഇതിനകത്ത് വിൻഡോസ് 10 NVMe സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മളെന്തായാലും NVMe ഒന്നും മേടിച്ചിട്ടില്ല, പക്ഷേ അത് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇൻ്റലിൻ്റെ 2nd 3rd ജനറേഷനൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ പ്രൊസസ്സർ 3rd ജനറേഷൻ എന്തോ ആണ്. അപ്പോൾ നമുക്കെന്തായാലും അൺബോക്സ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ കോൺസസിൻ്റെ. അപ്പോൾ നമുക്കൊരു സാറ്റ കേബിൾ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതാണ് ഗുയ്സ് നമ്മുടെ മദർ ബോർഡ്. ഇത് നമ്മുടെ മദർ ബോർഡിൻ്റെ ഒപ്പം വരുന്ന CD ആണ്, ഡ്രൈവിൻ്റെ. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യം വരും. ഒന്നും കൂടെ വയ്ക്കുക തൽക്കാലം. അപ്പോൾ മദർ ബോർഡ് എടുത്ത് ആദ്യം നമ്മൾ പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മദർ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുണ്ട്, അപ്പോൾ നമുക്ക് നൈസായിട്ട് പുളിച്ച് ചെയ്യാം. മദർ ബോർഡ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഗുയ്സ് നമ്മുടെ മദർ ബോർഡ്. അപ്പോൾ നമ്മുടെ 2 റാം കൂടെ ഉണ്ട്. ഒരെണ്ണം 4GB, ഒരെണ്ണം 8GB ആണ്. ഇത് ഫാന്, പ്രൊസസ്സർ ഫാന്. ഇതാണ് നമ്മുടെ പ്രൊസസ്സർ. അൺബോക്സ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊസസ്സർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് പ്രൊസസ്സർ. അപ്പോൾ പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സാധനം നമ്മൾ നൈസായിട്ടൊന്ന് പൊക്കുക, ഇതാക്കുക. എന്നിട്ട് ഇതിൻ്റെ കവറ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കവറ് മാറ്റി കിട്ടും. പിന്നെ പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ഒരു കർവ് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ
ആ കർവും ഇതിനകത്ത് ആ കർവുണ്ടാവും, ആ കർവും അലൈൻ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതായി. എന്നിട്ട് നമ്മൾ തിരികെ ഈ സാധനം ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് പിന്നെ അത് കറക്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഇത് NVMeയുടെ കേബിളാണ്. ഇത് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. 2 റാമിനുള്ള സ്ലോട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് നമ്മുടെ i3യുടെ ഫാൻ വന്നിട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ i3യുടെ ഫാൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തെർമൽ പേസ്റ്റ് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ തെർമൽ പേസ്റ്റ് വെക്കേണ്ട കാര്യമില്ല. ഇത് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ മദർ ബോർഡിലേക്കുള്ള ഫാനിൻ്റെ കണക്ഷൻ എവിടെയെന്നുള്ളതൊന്നും കൂടി നോക്കണം. ഇത് ഫാനിലേക്കുള്ള കണക്ഷനാണ് ഗൈസ്. CPU ഫാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അവിടെ. ഇതും ഫാനിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ബുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് ഈ സാധനങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഗൈസ്. CPU-ൻ്റെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റാമ് ഈ ഒരു പോയിന്റും ഇതിനകത്ത് ആ പോയിന്റ് നമ്മൾ നോക്കി കറക്റ്റ് വെച്ചാൽ മതി. ഈ 2 എണ്ണത്തിലും പ്രസ് ആക്കി കഴിഞ്ഞാൽ ഇത് ലോക്കാവും. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നമുക്ക് ഗൈസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സിസ്റ്റം ക്യാബിനകത്തേക്ക് സെറ്റ് ചെയ്യുക. പവർ കണക്ഷൻ കൊടുക്കുക, ഓണാക്കി നോക്കുക. അപ്പോൾ ആ പരിപാടികൾ ഞാൻ എന്തായാലും അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഹാർഡ് ഡിസ്കിലേക്കുള്ള പവർ നമുക്ക് കൊടുക്കുക. ഹാർഡ് ഡിസ്കിലേക്കുള്ള പവറും കൊടുക്കണം. പഴയൊരു ഇതുണ്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ SSD-യും നമ്മുടെ എന്താ പറയുക ഗ്രാഫിക്സ് കാർഡും നമ്മൾ നാളെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം അതിൻ്റെ വയറ് വന്നിട്ടില്ല. അപ്പോൾ വയറ് വന്നിട്ട് വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര പവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് റാം ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇനി എന്താണ് ഈ ഗ്രാഫിക്സ് കാർഡും SSD ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു കേബിള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും നാളെ മറ്റന്നാളായിട്ടേ വരുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തിട്ട് ഇത് അവസാനിക്കും. ഇത് ഭയങ്കര കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഈ മോണിറ്റർ ആണെങ്കിൽ എൻ്റെ ഈ പഴയ മോണിറ്ററാണെങ്കിൽ വർക്ക് ഉണ്ടായിരുന്നില്ല, ഇടയ്ക്ക് പവർ ഓഫ് ആയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ റൂം ആകെ ആലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇത് വൃത്തിയാക്കണം. ഇതിപ്പോൾ ലാപ്പ് നമ്മളവിടെ വെച്ചേക്കാണ്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ലാപ്പ് അവിടെ വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ
ഇത് ഓട്ടോ റിപ്പയറിങ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇത് അറിയാം. അപ്പോൾ എന്തായാലും ഇത് സെറ്റാക്കിയിട്ട് ഗ്രാഫിക്സ് കാർഡും ഇത് ഉണ്ടാക്കണം. നാളെ ഞാൻ ചെയ്യണത്, നാളെ അല്ല മറ്റേത് വന്നിട്ടായിരിക്കും ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് തന്നെയല്ല എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം. ഓ ഗൈസ്, അപ്പോൾ നമ്മളെ എന്തായാലും NVIDIAൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്, ഗ്രാഫിക്സ് കാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാഫിക്സ് കാർഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഗ്രാഫിക്സ് കാർഡിലേക്ക് ആയിരിക്കണം നമ്മുടെ ഇതിൻ്റെ മെമ്മറി കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതെന്തായാലും ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആകുമ്പോൾ അത് ശരിയാവും. അപ്പോൾ അതാണ് പരിപാടികൾ. അപ്പോൾ അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇൻസ്റ്റാൾ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ SSD നമ്മുടെ പഴയ എന്താ പറയുക, ഇത് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് മറ്റേ ആ എക്സ്റ്റെൻഡ് വയറുണ്ട്, ആ എക്സ്റ്റെൻഡ് വയർ വന്നിട്ട് വേണം അതിനകത്തേക്ക് ഇത് കൊടുക്കാനായിട്ട്. കുറച്ച് പണിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. ഇവിടെയൊക്കെ ആകെ വൃത്തിയായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് സെറ്റാക്കാനായിട്ട്. അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണം പകുതി മുക്കാൽ വീഡിയോ ഞാനിത് ഇട്ടിട്ടില്ല, കാരണം ഇന്നലെ രാത്രിയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുക, എനിക്ക് ഇവിടെ വെച്ചിട്ട് കുറേയൊക്കെ ഞാൻ വീഡിയോ കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ, അതുപോലെ ബെല്ലൈക്കൻ നിൽക്കുക. അപ്പോൾ അതുപോലത്തെ ഫ്യൂച്ചർ വീഡിയോയിലേക്ക് നമുക്ക് ഇതായി പോവും. അപ്പോൾ ഇപ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ആകുമ്പോൾ ഫുൾ സ്ക്രീൻ ആയത് കണ്ടോ, അതേപോലെ അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് സാറ്റ കേബിളും ഉണ്ട്, എക്സ്റ്റെൻഡറും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഹാർഡ് ഡിസ്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്കിൽ പവർ കൊടുക്കണം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതാണ് എക്സ്റ്റെൻഡർ ഒരെണ്ണം, ഇതാണ് സാറ്റ കേബിൾ, ഇതാണ് എക്സ്റ്റെൻഡർ. അപ്പോൾ എക്സ്റ്റെൻഡ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിളിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും വരാം. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈഫൈയുടെ അഡാപ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ട് ഞാൻ. സെബ്രോണിക്സിൻ്റെ ആണ്. ഇതാണ് ഗൈസ് സംഭവം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കി. ഇതാണ് പ്രോഡക്റ്റ്, സെബ്രോണിക്കിൻ്റെ USB മറ്റേ സംഭവമാണ്. അപ്പോൾ എന്നിട്ട് ഡ്രൈവർ ചെറിയ CD ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ അഡാപ്റ്റർ USB വൈഫൈയുടെ. പിന്നെ ഇതാണ് നമ്മുടെ CD, ചെറിയ CD ആണ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. അപ്പോൾ ഓ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫിനിഷ് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും വൈഫൈയുടെ നമ്മുടെ. അപ്പോൾ എന്തായാലും പാസ്വേഡ് കൊടുത്തിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വരാം. ഓക്കെ. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ എന്തായാലും നമ്മളൊരു 256-ൻ്റെ SSD കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് SSD 125 GB അല്ലേ ഉള്ളത്. ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യണില്ല. സ്റ്റോറേജിന് നമ്മളൊരു SSD കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ പെട്ടി. അപ്പോൾ തുറന്നു നോക്കാം. ഇതാണ് ഗൈസ് SSD 256 GB. നമുക്കിത് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എടുത്തിട്ടുണ്ട് SSD. നമുക്ക് ആദ്യം പ്ലഗ് കണക്ട് ചെയ്തേക്കാം. ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ
നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ PC എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് എന്തായാലും പോയി. നമുക്ക് ഓണാക്കാം. PC ഓണായി ഗൈസ്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ PC എന്താ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവമൊക്കെ വർക്കിംഗ് ആണ്. നമ്മുടെ ഇതും കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. അത് എന്നിട്ട് നമ്മൾ ഇവിടെ സാധനം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ കീ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓണാവുന്ന രീതിയിൽ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മറക്കണ്ട ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടൊന്നും ബെല്ലൈക്കൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോ കാണുമായിരിക്കും. ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഡ്രീം. ചുമ്മാ അടിച്ചു പൊളിക്കുക.